റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊരു സന്തോഷ വാർത്തകൾ അറിയിക്കട്ടെ. റിവൽ ടുഡേ മ്യൂസിക് എന്ന് പറഞ്ഞ് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളുമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ലഭിക്കും. ശ്രദ്ധിക്കണം, ദിവസത്തിൽ ഓർപ്പിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. യശയ്യാവ് 62:8 ഇന്നത്തെ സന്ദേശം. ഇനി ഞാൻ നിൻ്റെ ധാന്യം നിൻ്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കത്തില്ല. നീ അധ്വാനിച്ചുണ്ടാക്കി വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയത്തില്ലെന്ന് യഹോവ തൻ്റെ വലങ്കൈ കൊണ്ട് ആമേൻ തലങ്കൈ തൻ്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ടാണ് 128 സങ്കീർത്തനം പറയുന്നത്, നീ അധ്വാനിക്കുന്ന നിൻ്റെ അധ്വാന ഫലം നീ തിന്നും. അതാ വാഗ്ദത്തം. ശാപത്തിൻ്റെ ലിസ്റ്റിലാണ്. ഒരുത്തൻ അധ്വാനിക്കും, വേറൊരുത്തൻ അനുഭവിക്കും. ഒരുത്തൻ വിവാഹം കഴിക്കും, അവൾ പിന്നെ വേറൊരു കുടുംബത്തിൽ. ഇതെല്ലാം ശാപത്തിൻ്റെ ലിസ്റ്റാണ്. എന്നാൽ അനുഗ്രഹത്തിൽ പറയുമ്പോൾ നിൻ്റെ വിയർപ്പ്, നിൻ്റെ അധ്വാന ഫലം, ദൈവം പറയും നിൻ്റെ ധാന്യം ഞാൻ ശത്രുക്കൾക്ക് കൊടുക്കത്തില്ല. വേദപുസ്തകത്തിൽ ദൈവമക്കൾ ആ ദൈവവ്യവസ്ഥ ലംഘിക്കുമ്പോൾ മിദ്യാന്യർ വന്ന് അവരുടെ നന്മകൾ മുഴുവൻ കൊണ്ടുപോവാണ്. പക്ഷെ അതിന് നടുവിലാണ് ഒരു ഗിദെയോനെ നമുക്ക് കാണാൻ കഴിയും. ഇനി മുന്തിരിച്ചക്കിന് അടിയിൽ വെച്ചാന്തലും ആ വിളവ്, ഇനിയും എൻ്റെ അനുഗ്രഹങ്ങൾ, ഇനി എൻ്റെ നന്മകൾ ശത്രുവിന് ഞാൻ കൊടുക്കത്തില്ലെന്ന് ഒരു തീരുമാനം എടുക്കുന്നൊരു ഗിദെയോൻ. അവനെയാണ് ദൈവം പരാക്രമശാലി എന്ന് വിളിച്ചത്. ആരോഗ്യം നിൻ്റെ സമ്പത്താണ്, സന്തോഷം നിൻ്റെ സമ്പത്താണ്, ഭൗതിക നന്മകളും ആത്മീയ നന്മകളും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ശത്രുവിന് നീ വിട്ടുകൊടുക്കരുത്. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. രോഗാത്മാവിന് വസിക്കാനുള്ളതല്ല നിൻ്റെ ശരീരം, അനർത്ഥങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിൻ്റെ ധാന്യം നിൻ്റെ ശത്രുക്കൾക്ക് ഇനി ആഹാരമായി കൊടുക്കത്തില്ല. കാരണം ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞെന്നാണ് പറയുന്നത്. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നന്മകളും ഇനി ശത്രുവിനല്ല, ജാതികളുടെ സമ്പത്ത് നിൻ്റെ മേൽ വന്നിരുന്ന വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് നീയെങ്കിൽ നിൻ്റെ അധ്വാന ഫലം, നിൻ്റെ തലമുറകളുടെ നന്മകൾ ഇനി അപഹരിക്കപ്പെടത്തില്ല. എനിക്കറിയത്തില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്ന് കളഞ്ഞ സംവത്സരങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഇരട്ടിയായി മടക്കിത്തരാൻ പോവാം. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നഷ്ടമായതെല്ലാം വിളിച്ചു പറ, നഷ്ടമായതെല്ലാം മടങ്ങി വരട്ടെ. കാരണം റിസ്റ്റോർ ചെയ്യാൻ ദൈവത്തിന് കഴിയും. എല്ലാം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കാൻ ദൈവത്തിന് കഴിയും. പച്ചവെള്ളം വീഞ്ഞാക്കിയ പോലെ, രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞാക്കിയ ദൈവം പറയുകയാണ്, ഇനിയും നിൻ്റെ അധ്വാന ഫലം ശത്രു തിന്നുകയില്ല. ഇനിയും നീ ലജ്ജിക്കപ്പെടത്തില്ല. ഇനി നിന്നെ തല കുനിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു നിന്നാവിഷയമാക്കാൻ ദൈവം ഇടയാക്കുക. എനിക്കറിയത്തില്ല ആരുള്ള ശബ്ദമാണ്. ദൈവം മാനിക്കുന്ന കരം നിനക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകും. ഉയർത്തുന്ന കരം. അയ്യോ, ചിലപ്പോൾ ഇതൊരു സന്ദേശമുണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് അതൊരു പ്രത്യാശ വരുന്നുണ്ടെങ്കിൽ, ഒരു സമാധാനം വരുന്നുണ്ടെങ്കിൽ, ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ നീ ചിന്തിച്ചു ആ വചനം നിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് നീ അടുത്ത ദിവസങ്ങളിൽ കാണും. സ്വർഗത്തിലെ ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഇത് ഈ ആഴ്ചകളിൽ ഈ മെസ്സേജ് ഇവിടെ തീരുമ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. അതിന് ഈ മോട്ടിവേഷൻ ഷോർട്സ്, ഡെയിലി ബ്രെഡ്, ലൈവ് ധാരാളം മെസ്സേജുകൾ അയക്കുന്നു. ഇനി കാണും വരെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ബലിഷ്ഠമായ ചിറകടി നിങ്ങളെ മറയ്ക്കട്ടെ. അനുഗ്രഹിക്കുന്ന ആമേൻ.